നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു കേസിൽപ്പെട്ട് ആ കേസിൽ ഒളിവിലായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതിയുമായി 23-കാരി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. രാഹുൽ തന്നെ പീഡിപ്പിച്ചുവെന്നും അത്തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ 23-കാരി രംഗത്ത് വന്നത്. മാത്രമല്ല, രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനെതിരെയും ഈ പെൺകുട്ടി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഫെനി നൈനാൻ ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു. ഫെനി നൈനാന്റെ മറുപടി നമുക്ക് എന്താണെന്ന് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പുതിയ പരാതിയിൽ യുവതിയുടെ ആരോപണങ്ങൾ തള്ളിയാണ് MLA-യുടെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമായ ഫെനി നൈനാൻ രംഗത്ത് വന്നത്. പീഡന പരാതിയിൽ ഫെനി നൈനാനോടൊപ്പമാണ് രാഹുൽ തന്നെ കാണാനെത്തിയതെന്ന് പരാതിക്കാരി സൂചിപ്പിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഫെനി നൈനാന്റെ വിശദീകരണം. പരാതിയിലുള്ളതെല്ലാം പച്ചക്കള്ളമാണ് എന്നായിരുന്നു ഫെനി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. പരാതിക്കാരിയെ തനിക്ക് അറിയുക പോലുമില്ല. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. രാഹുലിനെതിരെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ വരുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഇത്തരം ക്രൂരമായ രീതിയിലായിരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഫെനി നൈനാൻ പറഞ്ഞു. മനസ്സുകൊണ്ട് പോലും അറിയാത്ത ആരോപണമാണ് ഇപ്പോൾ തനിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഇതിനു മുമ്പും പലവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പരാതിയെങ്കിലും, ഒരു തെളിവെങ്കിലും പുറത്തുവിടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. മനസാക്ഷി ഒരു തരിമ്പെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്ത്രീ അത്തരത്തിലൊരു പരാതി എഴുതില്ലായിരുന്നു. നാളെ രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. ഹർജി തള്ളിക്കുവാൻ കൂടി വേണ്ടിയാണോ ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നതെന്ന സംശയമുണ്ടെന്നും ഫെനി നൈനാൻ വ്യക്തമാക്കി. നിലവിൽ KSU സംസ്ഥാന ഭാരവാഹിയും അടൂർ നഗരസഭ 8-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയും കൂടിയാണ് ഫെനി നൈനാൻ. ഫെനി നൈനാനൊപ്പമാണ് രാഹുൽ തന്നെ കാണാനെത്തിയതെന്നും പീഡനശേഷം ഫെനിയാണ് തന്നെ യാതൊരു ദയയുമില്ലാതെ വീട്ടിലേക്കുള്ള വഴിയിൽ ഇറക്കി വിട്ടതെന്നുമായിരുന്നു യുവതിയുടെ ആരോപണം. ഇത് നിഷേധിച്ചാണ് ഫെനി രംഗത്തെത്തിയത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇനിയും ഇത്തരം ആരോപണങ്ങൾ വരുമെന്ന് അറിയാമായിരുന്നുവെന്നും പക്ഷേ ഇത്രയും ക്രൂരമായ രീതിയിലൊരു ആരോപണം താൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് ഫെനി പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ഫെനി ആവർത്തിച്ചു പറയുന്നത്. തൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ആരോപണം വന്നിരിക്കുന്നത്. താൻ മനസ്സുകൊണ്ട് പോലും അറിയാത്ത ആരോപണമാണ് ഇപ്പോൾ തനിക്കെതിരെ ഉയർന്നിരിക്കുന്നതെന്നും ഫെനിയുടെ പ്രതികരണം. ഇതിനു മുൻപും പലവിധമായ ആരോപണങ്ങൾ തൻ്റെ പേരിൽ എഴുതി മാധ്യമങ്ങളോടെയും മറ്റും അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾക്ക് ശേഷം ഒരു പരാതിയിലെങ്കിലും ഒരു തെളിവെങ്കിലും പുറത്തുവിടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തിരഞ്ഞെടുപ്പ് സമയത്ത് വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതി കഴിഞ്ഞ കാലത്തും ഇത്തരം ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നതടക്കമുള്ള ഒരു വിശദീകരണമാണ് ഫെനി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ പുതിയ ആരോപണങ്ങൾ എങ്ങനെയാണ് പ്രതിഫലിക്കുക, അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ചോദ്യമൊക്കെ നിലവിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ പുതിയ പീഡന പരാതി പുറത്തു വന്നതിന് പിന്നാലെ ഫെനി നൈനാന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും പൂട്ടിയ നിലയിലാണ്. അടൂർ നഗരസഭ 8-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഫെനി നൈനാന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പുതിയ പീഡന പരാതിയിൽ ഫെനിയുടെ പേരും പുറത്തു വന്നതോടെയാണ് ഓഫീസ് പൂട്ടിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഫെനിയുടെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. രാഹുലിനെതിരെ 23-കാരി കോൺഗ്രസ് നേതൃത്വത്തിൽ നൽകിയ പരാതിയിൽ ഫെനി നൈനാന്റെ പേരും പരാമർശിച്ചിരുന്നു. അവധിക്ക് നാട്ടിലെത്തിയ യുവതിയെ കാണണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് യുവതിയെ കാണാൻ രാഹുൽ എത്തിയത് ഫെനി നൈനാൻ ഓടിച്ച കാറിലാണ്. ഇയാളാണ് രാഹുലിനെ യുവതിയെയും ഹോം സ്റ്റേയിൽ എത്തിച്ചത്. ഇത് പുറത്തു വന്നതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് ഓഫീസ് പൂട്ടിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണമൊക്കെ ഫെനി നൈനാന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷെ ഇന്ന് തിരഞ്ഞെടുപ്പ് ഓഫീസൊക്കെ പൂട്ടി കിടക്കുന്ന അവസ്ഥയിലാണ്. രാഹുലിനെ അന്വേഷിച്ച് പോലീസ് രാഹുലിന്റെ സന്തത സഹചാരിയായ ഫെനിയുടെ വീട്ടിലെത്തിയതിനെ തുടർന്ന് ഫെനി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധം നടത്തിയിരുന്നു. പ്രതിയാക്കപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ ഒരു ഓഫീസ് പൂട്ടി ഒളിവിലാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. സ്ഥാനാർത്ഥി ഈ ഒരു ഇല്ലാത്ത സാഹചര്യത്തിൽ വാർഡിലെ പ്രചരണവും നിർത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് നിലവിലെ കാര്യങ്ങൾ. വളരെ വലിയ പ്രതിരോധത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പെട്ടിരിക്കുന്നത്. അതേസമയം രാഹുൽ ലൈംഗിക വേട്ടക്കാരനെന്ന് പരാതി ഉന്നയിച്ച യുവതി. സൈബർ ആക്രമണം ഭയന്ന് പരാതി നൽകാൻ പേടിയുണ്ട്. പരാതി നൽകിയ മറ്റൊരു യുവതിയെ സാമൂഹിക മാധ്യമത്തിൽ അധിക്ഷേപിച്ചത് കണ്ട് ഭയന്നാണ് മുന്നോട്ട് വരാൻ വൈകിയത്. 2022 സെപ്റ്റംബറിലാണ് സാമൂഹിക മാധ്യമം വഴി പരിചയം സ്ഥാപിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി. സൗഹൃദ രൂപേണ സംസാരിച്ചു തുടങ്ങിയ രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയാണ് കൂടുതൽ അടുത്തത്. വിവാഹ വാഗ്ദാനം ആദ്യം നിരസിച്ചെങ്കിലും രാഹുൽ നിർബന്ധിച്ചതിനെ തുടർന്നാണ് സൗഹൃദം തുടർന്നത്. തനിച്ച്
ഒന്നിച്ച് കാണണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ വിളിച്ചു വരുത്തുകയായിരുന്നു. രാഹുലിന്റെ സുഹൃത്തായ പത്തനംതിട്ട സ്വദേശി ഫെനി നൈനാനാണ് തന്നെ കൂട്ടിക്കൊണ്ടുപോയത്. ലൈംഗിക അതിക്രമത്തിന് രാഹുൽ മുതിരുമെന്ന് താൻ കരുതിയില്ല. വളരെ ക്രൂരമായിട്ടാണ് രാഹുൽ പെരുമാറിയത്. രാഹുൽ ആക്രമണത്തിൽ താൻ സ്തബ്ധയായി. വേണ്ടെന്ന് പറഞ്ഞിട്ട് മനുഷ്യത്വമോ അനുകമ്പയോ കാണിച്ചില്ല. ശരീരമാകെ മുറിവേൽപ്പിച്ചു എന്നിങ്ങനെ അടക്കമുള്ള ക്രൂരതകൾ വിവരിച്ചുകൊണ്ടുള്ള പരാതിയാണ് യുവതി നൽകിയിരിക്കുന്നത്. നൽകിയിരിക്കുന്ന പരാതിയുടെ കൂടുതൽ വിവരങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. മനഃപൂർവ്വം ചതിക്കാനുള്ള തന്ത്രമായിരുന്നു രാഹുലിൻ്റെതെന്നാണ് യുവതി പരാതിയിൽ വ്യക്തമാക്കുന്നത്. ബലാത്സംഗത്തിന് ശേഷം ഒരു മനസാക്ഷിയുമില്ലാതെ പെട്ടെന്ന് ഒരുങ്ങി അവിടെ നിന്ന് പോകാനാണ് രാഹുൽ ആവശ്യപ്പെട്ടത്. പെൺകുട്ടികളെ ചതിക്കാൻ സ്വന്തം രാഷ്ട്രീയ അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വേട്ടക്കാരനാണെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. രാഹുലിന്റെ വിവാഹാലോചന കുടുംബത്തെ അറിയിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ല. എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ കുടുംബം വിവാഹത്തിന് സമ്മതം മൂളി. ഇക്കാര്യം അറിയിച്ചപ്പോൾ ബന്ധുക്കൾക്കൊപ്പം വീട്ടിൽ വരാമെന്നും രാഹുൽ സമ്മതിച്ചു. അവധിക്ക് നാട്ടിലേക്ക് വന്നപ്പോൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞു. തുടർന്ന് ഫെനി നൈനാൻ എന്ന സുഹൃത്ത് ഡ്രൈവ് ചെയ്ത കാറിലാണ് രാഹുൽ വന്നതെന്നും പീഡനം നടന്നതെന്നുമാണ് യുവതി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യുവതി നൽകിയ പരാതിയുടെ പൂർണ്ണരൂപം നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ്. വർഷങ്ങളായി രാഹുലിനെ അറിയാം. 2023 സെപ്റ്റംബർ രാഹുൽ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയം പുതുക്കി. വളരെ ബഹുമാനത്തോടെയാണ് ആദ്യം സന്ദേശം അയച്ചത്. കുറച്ച് ദിവസത്തിന് ശേഷം രാഹുൽ ആവശ്യപ്പെട്ട പ്രകാരം ടെലഗ്രാം നമ്പർ നൽകി. തുടർന്ന് തന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ അറിയിച്ചു. തന്റെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം തടസ്സമാകില്ലെന്ന് പറഞ്ഞു. ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ല. എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ കുടുംബം വിവാഹത്തിന് സമ്മതം മൂടി. ഇക്കാര്യം അറിയിച്ചപ്പോൾ ബന്ധുക്കൾക്കൊപ്പം വീട്ടിൽ വരാമെന്ന് രാഹുൽ സമ്മതിച്ചു. അവധിക്ക് നാട്ടിലേക്ക് വന്നപ്പോൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സ്വകാര്യമായി കാണണമെന്നാണ് പറഞ്ഞത്. ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് ഈ പരാതിക്കാരി തന്റെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിവാഹ അഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറിയെന്നും ലൈംഗിക ഉദ്ദേശത്തോടെ രാഹുൽ പിന്നെ സമീപിച്ചുവെന്നാണ് യുവതി പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചായിരുന്നു രാഹുൽ ഈ പ്രവർത്തികൾ ചെയ്തതെന്ന ഗുരുതര ആരോപണവും രാഹുലിന് നേരെ ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ രാഹുലിനെ കൈവിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു. ഈ ഒരു രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേക്കാം എന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്നും ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ആദ്യത്തെ ആരോപണം ഗുരുതരമാണ്. മാത്രമല്ല തുടരെ പെൺകുട്ടികൾ പരാതിയുമായി രംഗത്ത് വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാഹുലിനെ കൈവിടാം എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കണ്ണാടിയിൽ നിന്ന് രാഹുൽ കടന്നു കളഞ്ഞ ചുവന്ന പോളോ കാർ ഒരു സിനിമാ താരത്തിൻ്റെതാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നടി തൻവി റാമാണ് ആ ഒരു കാറിന്റെ ഉടമ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. രാഹുൽ തന്റെ സുഹൃത്താണെന്നും എന്നതടക്കമുള്ള മൊഴി തൻവി നൽകിയിരിക്കുകയാണ്. ഈ ഒരു CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാഹുൽ ചുവന്ന കാറിൽ മടങ്ങിയതായി പോലീസ് കണ്ടെത്തിയത്. ഇതോടെ കാറിന്റെ നമ്പർ അടക്കം ശേഖരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിലാണ് കാറിന്റെ ഉടമ ഒരു സിനിമാ താരമാണ് എന്ന വിവരം കിട്ടിയത്. എന്തായാലും ആ ചുവന്ന കാർ ആരുടേതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുക? വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.